വിവാഹ ചടങ്ങിനിടെ 2.5 വയസ്സുള്ള കുട്ടിയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു. ആ മോഷണ സീനൊക്കെ CCTV കണ്ട് ഭയങ്കര രസം. ഒരുത്തനെ ഇങ്ങനെ മൊബൈൽ വിളിച്ചുകൊണ്ട് അറിയാത്ത പോലെ കൊച്ചിൻ്റെ അടുത്തിരിക്കുന്നു, മാല കൂളായിട്ട് അടിച്ചുകൊണ്ട് പോകുന്നു. 2.5 വയസ്സുള്ള കൊച്ചിന്റെ കഴുത്തേലെ സ്വർണ്ണമാല. എന്തിനീ 2.5 വയസ്സുള്ള കൊച്ചിന് സ്വർണ്ണമാല? ചേട്ടാ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോഷ്ടിക്കാൻ വരുന്നവന് എളുപ്പമുള്ള ഒരു ടാർഗറ്റാണ്. അത് മോഷ്ടിക്കാൻ മാത്രമല്ല, ചിലപ്പോൾ പിടിച്ച് പറിച്ചുകൊണ്ട് നമ്മൾ കൊച്ചിൻ്റെ കഴുത്തൊക്കെ മുറിഞ്ഞ് ചത്തു വരെ പോകാൻ സാധ്യതയുണ്ട്. കാരണം മോഷ്ടാവിന് ചിലപ്പോൾ പലതരം മോഷ്ടാക്കളുണ്ട്. വെറുമൊരു മോഷ്ടാവായൂരെന്നെ കള്ള എന്ന് വിളിച്ചില്ലേ എന്ന് പറയുന്ന മോഷ്ടാവുണ്ട്, സ്വാഭാവികം. പിന്നെ മാധവൻ കള്ളനായത് അറിയാലോ എന്തുകൊണ്ടാണ്. അങ്ങനത്തെ ചില മോഷ്ടാക്കളൊക്കെ ഉണ്ട്. പിന്നെ ആകാശഗോപുരം പൊന്മണി മേടയ അഭിലാഷഗീതം സൈക്കിളൊക്കെ ചോടി പോകുന്നതാണ്. അങ്ങനത്തെ ചില മോഷ്ടാക്കളൊക്കെ ഉണ്ട്, ഡീസൻ്റ്. പക്ഷെ വേറെ ചിലരുണ്ട് ഭയങ്കര കള്ളന്മാരാ. അവർ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മോഷണം മാത്രമായിരിക്കും, അതിൽ വേണമെങ്കിൽ ബലാത്സംഗവും കൂടെ അവതരിപ്പിക്കും. ശുഭി കേട്ടിട്ടില്ലേ? കഥക് തുറക്കേൻ, തുറന്നില്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ മുതലക്കളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കൂ, കേട്ടിട്ടില്ല? സിംഗപ്പൂരിൽ വരുന്ന് ഡയമണ്ട്സിൻ്റെ പറ്റിയ കാര്യം. ഇതിൻ്റെ ഒച്ച ഭയങ്കരമാണല്ലോ. മോങ്ങുന്നു മറ്റേ നാഗവല്ലി വരുന്ന കഥ. ടിങ് 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 മറ്റേ സൗണ്ടോട് ഇട്ടാൽ മതി. സിംഗപ്പൂരിൽ വരുന്നേ ഡയമണ്ട്സിൻ്റെ പറ്റിയ കാര്യം പോലീസിന് ഒരു ഇറങ്ങിയ ചോദിച്ചാൽ ഇന്നലെ രാത്രി സൂര്യനിൽ എന്നൊക്കെ പറയുന്ന കള്ളന്മാരുണ്ട്. അവന്മാർ കൊന്നുകളയും, ബലാത്സംഗം ചെയ്യുക, അങ്ങനെ പലതും ചെയ്യും. അതൊക്കെയാണ് പ്രശ്നം എടുത്ത്. ഈ കള്ളൻ ഡീസൻ്റ് കള്ളനാണ്. കള്ളൻ ഒരു വീക്ക് ടാർഗറ്റ്. അവനിങ്ങനെ കറങ്ങി നടന്നു, നോക്കിയപ്പോൾ ഒരു കൊച്ചിൻ്റെ എല്ലാ കള്ളന്മാരും ഇത് നോക്കിയാണ് നിൽക്കുന്നത്. കള്ളൻ നോക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരുങ്ങിക്കെട്ടി വരുമ്പോൾ മോളെ അല്ലാണ്ട് ഒരുക്കിയിട്ടുണ്ടോന്നല്ല. എവിടെ കൊണ്ടുപോയാലും കള്ളന്മാർ പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് മറക്കണ്ട. പിന്നെ എല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമേ ഇവന്മാർ പിടിച്ച് എന്തെങ്കിലും എടുക്കാതിരിക്കത്തുള്ളൂ. പിന്നത്തെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നിടയ്ക്ക് അടിമയായി, കഞ്ചാവും മറ്റേ MDMA ഒന്നും മേടിക്കാൻ പൈസ ഇല്ലാതായി നിവർത്തികെട്ട ഒരു കള്ളനുണ്ട്. അവൻ എന്ത് ചെയ്തിട്ടായിരിക്കും എടുത്തുകൊണ്ട് പോകാന്ന് പറയാൻ പറ്റില്ല. കാരണം അവന് ഈ പറഞ്ഞ പോലെ ഫുഡും മറ്റു സാധനങ്ങളൊന്നും അല്ല ആവശ്യം, ഈ മരുന്നാണ്. അവൻ്റെ സമനില തെറ്റിയിരിക്കുവാണ്. അവനപ്പോൾ എങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് ഓടി ഈ സാധനം മേടിച്ചുകൊണ്ട് വന്നേ പറ്റത്തുള്ളൂ. അത് ഈ പറഞ്ഞ ആൾക്കാരെ മനസ്സിലായിട്ടുള്ള അറിയാവുന്നവർക്ക് അറിയാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? ഈ പോലീസുകാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാത്ത എന്ത്? ഇവർക്ക് ഈ പാവപ്പെട്ട ഈ പേജിനകത്തിരുന്ന് പോലീസിൻ്റെ കുറേ പൊട്ട വീഡിയോ ഇടുന്ന അല്ലാതെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? നോട്ട് ദ പോയിന്റ്. അതിനെല്ലാം മ്യൂസിക് ഇട്ടുതരാവേ. അപ്പോൾ ഇമ്മാതിരി കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊച്ചിക്ക് ചത്തുപോകും. കാരണം അവൻ പിടിച്ച് പാലിക്കുമ്പോൾ ചിലപ്പോൾ പെടലിയൊക്കെ ഇങ്ങനെ മുറുകി അല്ലേ, വേണ്ട ശബ്ദം പോയി. കൊച്ചിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ തൊട്ട് കൊച്ചിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണണോ? അല്ലേ വേണ്ട, കയ്യിലെ വളവൂരി പറിച്ചെടുത്തോണ്ട് പോയി. ചിലപ്പോൾ കൊച്ചിനെ എടുത്തോണ്ട് പോകും. എന്നിട്ട് കൊച്ചിനെ വഴിയിലെവിടെ ഇവിടെ കൊച്ചു റോഡ് ക്രോസ് ചെയ്യുന്ന വണ്ടി ഇടിച്ചാവും. അല്ല, അങ്ങനെയൊക്കെ പറയണം, എന്നാലേ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പറയുന്നത് എന്താ സംഭവിക്കാതിരിക്കാൻ എന്താ? അതുമല്ല, അതിലും മോശപ്പെട്ടവരാണ് ചിലപ്പോൾ കൊന്നു കളയും കൊച്ചിനെ. ഒരു സംശയം വേണ്ട. അധികം സ്വർണ്ണ പരിപാടി, വില കൂടിയ സാധനങ്ങളൊന്നും അങ്ങനെ പിള്ളേരുടെ അകത്തിട്ട് വിടരുത്. കൊച്ചുങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഉദ്ദേശമൊന്നുമില്ല. വേറൊരു കൊച്ചു ആ കൊച്ചിനെ കാണുമ്പോൾ അത് അതിൻ്റെ കഴുത്തെ മാലയുണ്ടോ നോക്കിയിട്ടല്ല അവർ ഇടപെടുന്നത്. പിന്നെ വേറൊരു കൊച്ചിൻ്റെ പേരൻറ്റ് ഇതിനെ കണ്ടിട്ട് എൻ്റെ പേരൻറ്റ് ഞാൻ സൂപ്പറാന്ന് കാണിക്കാനല്ല നിങ്ങൾ ഈ കോപ്പറായി കാണിക്കുന്നത് പിള്ളേരെ കൊണ്ട്. പിള്ളേരുടെ ദേഹത്ത് മേക്കപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ സ്വർണ്ണമാല, കോപ്പ, ഈ അളിഞ്ഞ പരിപാടി ദേഹത്ത് കാണിക്കരുത്. കൊച്ചുങ്ങളെ ഒരുമാതിരി വേഷം കെട്ടിക്കുക, കാതും കുത്തരുത്, സുന്നത്തും ചെയ്യരുത്. കൊച്ചുങ്ങളെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഉടുപ്പൊക്കെ ഇട്ട് അധികം ചൂടൊന്നും എടുപ്പിക്കാതെ വൃത്തിക്ക് കൊണ്ടുപോവുക. വൃത്തി അതാവശ്യമാണ്. കുളിപ്പിച്ച് അത്യാവശ്യം വേണമെങ്കിൽ ആ കൊച്ചിങ്ങൾക്ക് ഇടാനുള്ള പൗഡർ ഓയിലൊക്കെ ഒന്ന് തേച്ചേക്കുക. അല്ലാതെ അതിനെ ദേഹത്തോട്ട് സ്വർണ്ണ മാല, സ്വർണ്ണ വള, അവിടെ അമ്മയുടെ തല എല്ലാം കൂടെ അങ്ങോട്ട് കയറ്റേണ്ട ആവശ്യമില്ല. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തന്നെ ചോദിക്കും, അപ്പം കൊടുത്താൽ മതി. അത്ര വലിയ സ്നേഹമുള്ള പേരൻ്റാണ്. അപ്പോൾ ആ സമയത്ത് കണ്ടോണം ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യും. കാരണം എന്താ? അവർ കൊണ്ട് പണയം വെച്ചാലോ, ഈ കൊച്ചാകുമ്പോൾ പണയം വെക്കത്തില്ല, അതുകൊണ്ട് ഇരിക്കുന്ന കുറെ കഴിയുമ്പോൾ എടുത്ത് മാറ്റും. ഇതൊക്കെയാണ് പേരൻസ്. അപ്പോൾ ഇത് കുഞ്ഞിനൊരാവശ്യമില്ലാത്ത കാര്യമാണ്. കുഞ്ഞിൻ്റെ തലയിൽ ഓർണമെന്റ് വേണമെന്നൊരു ചിന്ത പോലും വന്ന് വരാത്ത സമയം കൊച്ചുകുട്ടികളുടെ ഇടയിലൊന്നും ഇതിടരുത്. അത് തെറ്റാണ്. കാരണം അത് തന്നെ ഇപ്പോൾ കുറച്ച് വലുതായെന്ന് കരുതുക, ഒരു 5 വയസ്സുള്ള കൊച്ച്, അതിൻ്റെ കയ്യിൽ സ്വർണ്ണമാല. അപ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന കൊച്ചിന് ആ സ്വർണ്ണം ഇല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്തിനാ ഇങ്ങനത്തെ ഒരു അപരാധം ഉണ്ടാക്കുന്ന മൈരികളെ? പേരൻസ് മൈരികളെ, നാണമില്ലേ മൈര നിനക്കൊക്കെ? ഇമാരി തെണ്ടികളായ പേരൻ്റ് ആവുന്ന എന്തിനാ? ആ കൊച്ചുങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ ഈ വലിപ്പച്ചെറുപ്പം കാണിക്കാൻ നിനക്കൊന്നും നാണമില്ലടാ മൈരെ. മൈരല്ല, മറ്റവളാ മൈരത്തി. അവിടെ അസുഖം ഇതൊക്കെ, ഈ തള്ള. ഇങ്ങനത്തെ ഈ മറ്റേ അഹങ്കാരം പിടിച്ച അല്പം അർത്ഥം കിട്ടുമ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്ന സൈസ്, അല്ലെങ്കിൽ അഹങ്കാരിയായ ഒരു പെണ്ണ്.
അവിടെ കളി ചെയ്തൊക്കെ ഈ പിള്ളേരുടെ ദേഹത്തോട്ട് മാല ചെയിന് അവൻ്റെ അവിടെ അമ്മയുടെ തലയും കയറ്റി വെക്കുവള്, വൃത്തികെട്ടവള്. അത്രയും അമ്മമാരോടെല്ലാം കൂടെ പറയുന്നത് നീയൊക്കെ വെറും മൈലുകളാ. കാരണം കൊച്ചുങ്ങളിടയിൽ ഈ തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊക്കെ കോമ്പറ്റീഷൻ ആയിരിക്കും, അത് കൊച്ചുങ്ങളിടയിൽ ഉണ്ടാക്കാതിരിക്കാൻ നോക്ക്. നാശം അതൊക്കെ, നാശം. അതിനിടയിൽ നിന്റെയൊക്കെ കൊച്ചിന്റെ കഴുത്തിൽ എന്തിനും പറിച്ചെടുത്തു ആ കൊച്ചെങ്ങാനും ചത്തുപോയാൽ പോലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത്ര വൃത്തികെട്ടവളാ നീ അല്ല ഇങ്ങനെ ചെയ്യിക്കത്തില്ല കൊച്ചിൻ്റെ അകത്ത്, നിനക്ക് നിന്റെ അഹങ്കാരം അത്. അതുകൊണ്ട് നീ ഈ പരിപാടി നിർത്തിക്കൂ, അത്രേ പറയാനുള്ളൂ. അല്ലെ കൊച്ചുങ്ങളുടെ കയ്യും കാലം ഒക്കെ വെട്ടിയെടുത്തോണ്ട് ചിലപ്പോൾ ആൾക്കാർ ഓടിയെന്നിരിക്കും. കാരണം നിന്റെ അഹങ്കാരത്തിന്റെ സിമ്പലാ അത് കാണുമ്പോൾ അവന് മോഷ്ടിക്കാൻ തോന്നും. കാരണം എന്നാ, നീയൊക്കെ ഇത്രയും ആൾക്കാരല്ലേ, അവരുടെ നിന്ന് കുറച്ച് കാശ് സ്വർണ്ണം അടിച്ചോണ്ടോ എന്താ കുഴപ്പമെന്ന് അവന് തോന്നും. അവന് സൈക്കോപാത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കള്ളന്മാർ. അതുകൊണ്ട് പിള്ളേരെ അകത്ത് ഇട്ട് വിടരുത്. അതുങ്ങളെ ചിലപ്പോൾ ഇമാരെ പിടിച്ചുകൊണ്ട് വലിക്കുന്ന വഴിക്ക് വീഴുവോ, തലയടിച്ച് വീഴുവോ, ഒടിഞ്ഞു പോവോ, എന്തെങ്കിലുമൊക്കെ പറ്റും. കൊച്ചുങ്ങളെ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത്? ഇത് കണ്ടിട്ട് എന്ത് തോന്നി? എവിടെ ഈ മൈരികൾക്ക് അപ്പോഴും ഷോ. ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ കൊണ്ട് കാണിക്കാനല്ലേ പിള്ളേർ വരെ ഉണ്ടാക്കിയേക്കുന്നത്. ഈ പിള്ളേർ ഇത്ര മത്സരിപ്പിക്കുന്ന പേരൻസ് ലോകത്ത് വേറെ എങ്ങുമില്ല. എന്നാൽ ഈ പിള്ളേർ മത്സരിച്ച് എവിടെയും എത്തിയോ അതുമില്ല. ഏറ്റവും കൂടുതൽ മത്സരിച്ചവന്മാരെ ഇപ്പൊ ഇറങ്ങി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെയുണ്ട്. കൊച്ചായില്ലേ ചോദിക്കുമ്പോൾ എന്നാ പിടിച്ച എന്നാൽ കൊച്ചായി എന്ന് പറയുന്ന കുറെ കൊച്ചുകൾ ഉണ്ടാക്കി വെച്ചു. പേരന്റിങ് എന്ന് പറഞ്ഞാൽ എന്തോ ആണെന്ന് അറിയാത്ത കുറെ എണ്ണം ഒരുക്കിക്കൊണ്ട് നടക്കുക, വിവരമില്ലാത്ത നിങ്ങൾ. നശിച്ചവളമാരെ നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് കൂടുതലും പെണ്ണുങ്ങളാണ് ചെയ്യുന്നത്. ആണുങ്ങൾക്ക് ഈ പിള്ളേരുടെ ടൂർണമെന്റ്സിനൊന്നും ഒരു നിർബന്ധമില്ല. പിന്നെ അങ്ങനത്തെ വല്ല ഉണ്ടാക്കന്മാരുണ്ടോന്ന് അറിയത്തില്ല, കുറവാ. ആണുങ്ങൾ കുറവാ ഈ അഭ്യാസം. ഈ പെണ്ണുങ്ങൾക്ക് ഈ പൊങ്ങച്ചം കാണിച്ച് പുറത്തിറങ്ങി ഇങ്ങനെ സൊസൈറ്റി ലേഡികൾ എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കരുത്. സുമാരിയൊക്കെ ചില ക്യാരക്ടറൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ മറ്റേ ഒരു പടം ഉണ്ടല്ലോ, കൊച്ചിൻ നിഫ ജഗതി, അവരുടെ ഭാര്യമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എന്നെ കണ്ടിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലുക്കില്ല എന്നൊക്കെ ചോദിക്കുന്നത്. ബിന്ദു പണിക്കരൊക്കെ, KPC ലളിതയും മറ്റേ ഇവിടെ വരുന്നത് എന്താ സിനിമ തമിഴ്നടി എന്താണ് പേര്, ഖുശ്ബുവോ, ഖുശ്ബു വരുന്ന ഒരു പടമുണ്ട്. അതിനകത്ത് കാണിക്കുന്നുണ്ട് ഇമാതിരി തീട്ട പെണ്ണുങ്ങളുടെ ഒരു ക്യാരക്ടർ. ഇപ്പൊ അങ്ങനത്തെ പടം ഇറങ്ങാത്തതുകൊണ്ടാണ് നടത്തില്ല നിങ്ങൾ കൊച്ചുങ്ങളുടെ ദേഹത്തോട്ട് ഉണ്ടാക്കുന്നത്. എന്തൊരു മൈരൊക്കെയാണ് ഇതൊക്കെ, വെറും മൈരുകൾ. ഈ കൊച്ചിന്റെ ദേഹത്ത് സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു തള്ളയെ കണ്ട അവളെ അപ്പഴേ മനസ്സിലാവും നീ വെറും ഒരു മൈരാണ്. അത്രയും അതപ്പതിക്കണം. കാണുന്നവർക്കെല്ലാം മനസ്സിലാവും വെറും അല്പന്മാരേണ്ടാണെന്ന്. മറ്റുള്ളവർ ഇനി ഷോ കാണിക്കാൻ കൊച്ചുങ്ങളെ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന നശിച്ചത് നിങ്ങൾ. കൊച്ചുങ്ങളുടെ ഇടയിൽ അത്രയും പരിപാടി ചെയ്യാതിരിക്കുവാണ് അത്ര നല്ലതാണ്. വേറെ അവരെ കൂടെ കുഞ്ഞു മനസ്സിലല്ലേ ഈ പ്രശ്നം ഉണ്ടാകുന്നേ. വലുതായി കഴിയുമ്പോൾ ഓക്കെ, നിനക്കൊക്കെ നീയോ നശിച്ച് എന്തിനാ കൊച്ചുങ്ങളെ കൂടെ നശിപ്പിക്കുന്നത്? പിന്നെ നിന്റെയൊക്കെ കൊച്ചായതുകൊണ്ട് ചിലപ്പോൾ ജനിച്ച് വീഴുമ്പോഴേ കയ്യ വളയുണ്ടോ എന്ന് നോക്കുമായിരിക്കും. ആർക്കറിയാം ഈ മൈരിനൊക്കെ എന്തോ തോന്നുന്നത്, നീ കൊച്ചാണെ പോലും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ സ്ത്രീകളാണെങ്കിലും സ്വർണ്ണമാല ഒന്നും ഇട്ട് നടക്കാതിരിക്കുന്നതല്ല. കാരണം പറിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ അടിച്ചതിൽ വീഴുന്ന ഒരുപാട് സീൻ കണ്ടിട്ടുണ്ട്. ബൈക്കിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സ്നാച്ചിങ് ഇങ്ങനെ പോവുക. അപ്പൊ ശരിയെന്നാ ഇനിയെങ്കിലും നിങ്ങൾ ഈ കുട്ടിയുടെ ദേഹത്ത് സ്വർണ്ണം ഇടാതെയും കുറെ ഓർണമെന്റ്സ് കയറ്റാതെയും മറ്റുള്ള മുന്നിൽ ജാട കാണിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ നീ കൊച്ചുങ്ങൾ ജാട കാണിക്കാൻ വേണ്ടി പഠിപ്പിക്കാനും അല്ലാത്ത പരിപാടിക്ക് മത്സരിപ്പിച്ച് വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച് ഡിപ്രഷൻ അടിപ്പിച്ച് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് ഇവിടെ കുട്ടികളെയാണ്, സ്ത്രീകളെ അല്ല. അത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ പട്ടിയും പൂച്ചയാണ് പീഡിപ്പിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ. അത് കഴിഞ്ഞേ ഉള്ളൂ സ്ത്രീക്ക്. അതുകൊണ്ട് സ്ത്രീ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ശതമാനമേ ഉള്ളൂ. അത് വെച്ച് നോക്കിയാൽ കുട്ടികൾ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കൊച്ചിനും ഇല്ല, തള്ളയ്ക്കും ഇല്ല, ഈ ചുറ്റുപാട് നിൽക്കുന്ന ഒറ്റൊരുത്തിനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പീഡനമാണെന്ന് മനസ്സിലാവാത്ത പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ എല്ലാ കുട്ടികൾക്കും നല്ലപോലെ പീഡനം കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ പലതരത്തിൽ അവർക്ക് ഇഷ്ടമല്ലാത്ത സാധനങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. എല്ലാം ഒരു പരിവം കഴിയുമ്പോൾ അത് കാരണം പിള്ളേരെ റിബൽ പോലെ ആവുക ഈ തള്ളയും തന്തയും കാണിച്ചതിൻ്റെ പ്രശ്നം കാരണം. എന്നിട്ട് പിന്നെ അവസാനം ഇപ്പോൾ പ്രായമായി കഴിയുമ്പോൾ അയ്യോ കൊണ്ട് കളഞ്ഞ് അപ്പനെ നോക്കുന്നില്ലേ അമ്മയെ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് മോഹം നടന്നിട്ടുണ്ട്. ഇവിടെ കുറേ നാറികൾ ഇരുന്നുണ്ട്. അവരെല്ലാം ഇതേപോലത്തെ തെണ്ടിത്തരം പിള്ളേരുടെ അടുത്ത് കാണിച്ചുകൊണ്ടാണ് അവർക്ക് അഫെക്ഷൻ ഇല്ലാത്തത്. അല്ലെങ്കിൽ അവർക്ക് സ്നേഹമൊന്നും കാണത്തില്ല. പിന്നെ കുറേ ഓർണമെന്റ്സ് കയ്യൊക്കെ കയറ്റിയിട്ടാണ് കൊച്ചിനും അമ്മയോടും അപ്പയോടും സ്നേഹമാകുമെന്ന് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അതുകൊണ്ടല്ല അവർ ഇടുന്നത്. അവരുടെ ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ല ഒന്നുമല്ല. എൻ്റെ കൊച്ചു 1ാം റാങ്ക് അല്ലേ, ഇപ്പോൾ റാങ്കൊന്നും ഇല്ല, എല്ലാ A+ എന്ന് പറയുമ്പോൾ ഉണ്ടെ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് ചില പേരൻസിന് കൂടുതലാണ്. പിന്നെ ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് നടക്കും. എന്നിട്ട് ഒന്നും പോരെങ്കിൽ ഫ്ലെക്സ് അടിച്ചു വെക്കും ജയിച്ചു കഴിയുമ്പോൾ ഈ നാട്ടുകാരെ കൂടെ. 1ാം റാങ്ക് 2ാം റാങ്ക് 10ാം റാങ്ക് ഓരോ ഏരിയയിൽ ആശംസകൾ. എന്തിന്? ലോകത്ത് എവിടെയെങ്കിലും ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് ഈ നശിച്ച പൊട്ടന്മാരല്ലാതെ? ഈ നാട്ടിൽ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുവാന്ന് വേണ്ട, അതെല്ലാം കൂടെ പെറുക്കി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കുക. ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡുള്ള മനുഷ്യരാണ് നേരത്തെ ചെയ്തു. ഇപ്പം ഇത് എവിടെ നിന്ന് വന്ന് ഈ മൈരന്മാരൊക്കെ എനിക്കറിയത്തില്ല. ഈ ലോകത്ത് ഒരിടത്തും ഇല്ല ഇങ്ങനത്തെ വിഡിത്തരം. അതായത് വേറെ രാജ്യങ്ങൾ ഇതിന് നല്ല പിള്ളേരെ അവിടെ പഠിക്കുന്നവരുടെ അടുത്തൊന്നും ചെന്നാൽ ഈ ഇവിടുത്തെ 1ാം റാങ്കാരും ചെന്നാൽ ഓടിക്കവർ. പല 1ാം റാങ്കാരും വെറും പാടുകളാണ് എടുത്ത് കൊള്ളാവുന്ന ഒരു പരിപാടിക്ക് കൊള്ളത്തില്ല ഇമാര്. അതിനെയൊക്കെ പോസ്റ്റ് അടിക്കാൻ ഇവിടെ ഈ ലോക്കൽ ഏരിയയിലെ വലിയ 1ാം റാങ്കാരനാണ്. പക്ഷെ വെറുതെ പുറത്തോടൊക്കെ വിടണം. ബിഹേവ് ചെയ്യാൻ പോലും അറിയത്തില്ല. അറിയോ? ഇവിടുത്തെ പഠിപ്പിലല്ലേ ഈ 47ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കിടക്കുന്നത്. ലോക രാഷ്ട്രങ്ങളിൽ 45ാം സ്ഥാനം, 47 പാകിസ്ഥാൻ, അങ്ങനെയൊക്കെ ഇതിന്റെ റാങ്കിങ്ങിൽ കിടക്കുന്ന രാജ്യത്തെ വിദ്യാഭ്യാസത്തിൽ 1ാം റാങ്ക് എടുത്തോണ്ട് പോടേ. പിന്നെ ഇവിടെ കിടന്ന് ഇട്ടാവട്ടത്ത് ഇമാര് പണിയെ കാണിക്കാം. അല്ലാതെ ഈ നശിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇത്രയും അധപ്പതിച്ച കാലഹരണപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് നിന്നിട്ട് വലിയ ഒന്നും ഉണ്ടാക്കണ്ട. അത്രയൊക്കെ വിചാരിച്ചാൽ മതി. മാർക്ക് കുറവുള്ളവർ ഇതൊക്കെ പറഞ്ഞ് ആശ്വസിച്ചോട്ടെ. ഒന്നും പേടിക്കാനല്ല. ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ഈ നാട്ടിൽ MBA-ക്കാരനും MCA-ക്കാരനും മറ്റവനും മറിച്ചവനും എല്ലാം കൂടെ കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടം പരിപാടിയൊക്കെ എല്ലാ ബിസിനസ്സും നഷ്ടത്തിലാണ്. ശമ്പളം കിട്ടാത്ത ജോലിക്കാരും. നിങ്ങളൊക്കെ ശമ്പളം കിട്ടിയോ? എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? അവസാനം കമ്പനി പൂട്ടി കഴിയുമ്പോൾ കേസല്ലേ?
ആരാ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരും നല്ല കേട്ടോ, എല്ലാം എം ബി എക്കാരാ, എല്ലാം ഭയങ്കര മിടുക്കന്മാരാ, എല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസാ, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, സകലത് നഷ്ടമാണെന്നാ പറയുന്നത്. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കുക വേണ്ട. ഇവിടെ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമല്ല. കാരണം ഈ നശിച്ച സിസ്റ്റമാണ് പഠിക്കുന്നത്. ഈ കാലഹരണപ്പെട്ട ഏതോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഈ സിലബസും പഠിച്ച് മൂഞ്ചി തെറ്റിയിരിക്കുന്നവന്മാരാണ് ഇവിടെ കൂടുതലും. അത് പഠിക്കാതൊക്കെ ഇറങ്ങിയാൽ ചിലപ്പോൾ കൂടുതൽ മാനസിക രോഗമെങ്കിലും കുറഞ്ഞിരിക്കും. മനസ്സിലായി? ഈ പറഞ്ഞ ടെൻഷൻ കുറഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. മറ്റേത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, അതുകൊണ്ട് ഒരു സാധനവും ചെയ്യുന്നില്ല വൃത്തിക്ക്. സർക്കാർ ഓഫീസിൽ ചെന്നാൽ അതെന്ത് ചെയ്യുക, ഇതെന്ത് ചെയ്യുക അറിയത്തില്ല. ഇപ്പോഴും ആ ഫയൽ റൂം കാണണം. പൊടി പിടിച്ച് കുറേ ഫയലും നിരത്തി പിടിച്ചിരുന്ന് അതിനകത്തിരുന്ന് എഴുതുക, എഴുത്ത്. അത് മലയാളത്തിലിരുന്ന് അങ്ങ് എഴുതുക. മലയാളത്തിൽ എഴുതുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് സിസ്റ്റത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ വരെ പാടാ. ഈ ഊളകൾക്ക് ഇപ്പോഴും അത് മാറ്റാൻ പറ്റാത്തവന്മാരെ ഇവിടെ ഉള്ളവന്മാർ. ഇതെന്തോ പഠിച്ചത് ഇവർക്ക് കൂടെ? ആ പൊട്ടത്തരം പഠിച്ചുകൊണ്ട് വന്നിട്ട് ഒരു മാറ്റം ഇല്ലാതെങ്കിൽ പിന്നെ നീ എന്തോ പഠിച്ചത്? എനിക്കറിയത്തില്ല ഇമാരെന്തോ പഠിച്ചത്. ഇതൊക്കെ മാറ്റണ്ടേ? അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ഇറങ്ങിയാൽ മതിയോ? എല്ലാം ഇങ്ങനെ മലയാളത്തിൽ ഇരുന്ന് എഴുത്, ഇംഗ്ലീഷിൽ എഴുത്. അപ്പോൾ ആ സിസ്റ്റത്തെ കയറുമ്പോൾ അത് എളുപ്പമാണ്. ഇത് മലയാളം തപ്പ് വരുന്നുണ്ട്. എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ? സിസ്റ്റം ഒരു മലയാളം സപ്പോർട്ട് ചെയ്യുന്ന സാധനമല്ല. ഇനിയിപ്പോൾ വന്നാൽ കുഴപ്പമില്ലായിരിക്കും. ഇനി ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിന് കുറച്ചുകൂടി ഇത്രയും വർഷം പോയില്ലേ? അപ്പോൾ ഇമാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചവന്മാരെല്ലാം പൊട്ടന്മാരല്ലേ? ഇതിനകത്ത് 1ാം റാങ്കുകാരൻ എന്താ ജോലി കിട്ടിയില്ല, അവൻ എന്തോ കൊലത്തിയത്. പിന്നെ അവൻ ഇരുന്ന് എഴുതുക, വലിയ പുള്ളിയാ, ഇങ്ങനെ കഥ എഴുതുക. വക്കീലന്മാർ അതിനപ്പുറം മറ്റേ ഇത് മുദ്രപത്രം, ഇത് എന്താ പറയണ്ടേ, സിവില്, പറമ്പ് ആധാരം, ഇതെല്ലാം എന്തോ എഴുതുന്നറിയോ? എഴുതി അങ്ങ് കൂട്ടുക. ഇവിടെ ടെക്നോളജി ഇത്രയും ഡെവലപ്പായി. ഏതെല്ലാം രീതിയിൽ ഈ പണി കുറയ്ക്കാം, ഏതെല്ലാം രീതി വൃത്തിക്ക് നടത്താം. ഇവൻ്റെയൊക്കെ ഫയൽ പേപ്പർ കെട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒട്ടും സിസ്റ്റമാറ്റിക്കും അല്ല. എന്തോ എവിടെ പോയെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. പിന്നെയും തപ്പി നടക്കുക. എന്നിട്ട് വലിയ സംഭവമായിട്ടൊക്കെ ഇതെല്ലാം പുതുതലമുറ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു ഓഫീസിൽ ചെന്നാൽ അവിടെ ഇരുന്ന് എഴുതുന്നതാണ് ഒരു ചെറുപ്പക്കാരൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ സ്വർണ്ണം അടിക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ. അപ്പം ശരി, ബൈ.